ഹായ് സുഹൃത്തുക്കളെ, അതായത് ഞാൻ 2-3 റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്ത്, അതായത് വി ആർ എൻ ലവ് എന്ന് പറഞ്ഞൊരു ചാനലിനെ കുറിച്ച് പ്രതികരിക്കണം. അപ്പോൾ സാധാരണ ഞാൻ യൂട്യൂബ് ചാനൽ അങ്ങനെ എല്ലാ വീഡിയോസും അങ്ങനെ കയറി നോക്കാറില്ല. അതൊന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തുമില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഞാൻ അത്രത്തോളം ഇതിനകത്ത് ഒരു ആക്റ്റീവ് അല്ല. ഞാൻ വല്ലപ്പോഴും ഒരു വീഡിയോ ഇടുന്നു, പിന്നെ നമ്മൾ എൻ്റെ വഴിക്ക് പോകുന്നു. അതാണ് എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻ്റെ വീഡിയോ 2-3 വീഡിയോയുടെ താഴെ വന്നിട്ട് വി ആർ എൽ ലവിനെ കുറിച്ച് പ്രതികരിക്കണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോഴാണ് ആരാണ് ഈ വി ആർ എൽ ലവ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് അറിയാവുന്ന കരുതിയിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അവരുടെ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ അതിനകത്ത് ഏറെ 522K സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ്. സാമാന്യം നല്ലൊരു വലിയൊരു ചാനലാണ്. വർഷങ്ങളായിട്ട് അവർ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ചാനലാണ്. അപ്പം അവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ വിശേഷങ്ങളും ഉണ്ണുന്നതും തൂറുന്നതും തുപ്പുന്നതും ഒക്കെ തന്നെയാണ് അവരുടെ വിഷയം. കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ എന്താ പറയുന്നത്, എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ടോപ്പിക്കും വിഷയങ്ങളാണ്. പിന്നെ അതിനകത്തൊക്കെ കണ്ടവൻ നല്ല റീച്ചും ഉണ്ട് കേട്ടോ. 80K, 100K, 110K. അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നുള്ള സംഭവം നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ. അങ്ങനെ ഇവരുടെ വീഡിയോ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ അതായത് ഒരു വീഡിയോയ്ക്ക് 1 മില്യണിന് പുറത്ത് ആൾക്കാർ കണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിയപ്പോ സുഹൃത്തുക്കളെ, അതായത് ഇന്നത്തെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു കണ്ടന്റ് ആണ്. അതായത് നമ്മളെയൊക്കെ പ്രസവിച്ച് വളർത്തി, ഉണ്ടാക്കി വളർത്തി, നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടാക്കി വളർത്തി 10-18 വയസ്സ് വരെ വളർത്തി വിട്ടതിന് ശേഷം സ്വന്തം മാതാപിതാക്കളെ തല്ലുന്നതും അവരെ വിറ്റ് അറവിലയ്ക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു പരമ തെണ്ടിയുടെ വീഡിയോ ആണ് ഞാൻ അതിൽ കണ്ടത്. അതായത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതും അവരോടൊപ്പം മോശമായിട്ട് പെരുമാറുന്നത്. അങ്ങനെയുള്ള ഒരു വിഷയം ഞാൻ ഒരിക്കലും സഹിക്കുന്ന ഒരു വിഷയമല്ല. ഇതിനകത്ത് ആ പയ്യന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ സുകന്യ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പൊ അതിനകത്ത് ഒരു പഴയ വീഡിയോ, ഒരു ഇന്റർവ്യൂവിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കക്ഷി. സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല, കാര്യം ഇതാണ് ഐറ്റം. അതായത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിൽ ചെന്നപ്പോൾ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അവരെ പ്രൊമോട്ട് ചെയ്യുന്നു, വിഷയമുണ്ടാക്കുന്നു, അതൊരു കണ്ടന്റ് ആക്കി എടുത്ത് അങ്ങോട്ട് വിടുന്നു. എടാ പുന്നാര മോനെ, നീയൊക്കെ ഒന്ന് ആലോചിക്കണം. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. നിന്നെ പോലെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേർ സ്വന്തം മാതാപിതാക്കളോട് കാണിക്കുന്ന തന്തയിലാത്ര ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് ഓരോരുത്തർ പറയുന്നത്. അതുപോലെ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന് വന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു വിഷയമായിട്ടാണ് എനിക്കിത് മനസ്സിലാക്കിയത്. വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നീയൊക്കെ ഒന്ന് ആലോചിക്കണം മോനെ. ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് ഓരോ പ്രതീക്ഷയിലായിരിക്കും. വളരെയധികം സ്വപ്നം കണ്ടായിരിക്കും മക്കളെ വളർത്തുന്നത്. അവസാന ഘട്ടത്തിൽ ഈ മക്കളുമാർ നമുക്ക് ഉപയോഗമില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കാതെ അവരുടെ തോന്നിവാസത്തിന് പോകുമ്പോൾ അവർ എതിർത്തു എന്നിരിക്കും. ഇപ്പൊ നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ വൈഫ്, നിന്റെ ഭാര്യ, നിങ്ങൾ സ്നേഹിച്ചതാണെന്നൊക്കെ ഈ വീഡിയോയിലൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എടാ മോനെ, ഭാര്യമാരെ നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും. മാതാപിതാക്കൾ, സ്വന്തം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഈ ജന്മത്തിൽ ഒന്നേ കാണൂ. അവരുടെയൊക്കെ കണ്ണു നിറച്ചിട്ട് നീ എത്രത്തോളം മാന്യമായിട്ട് ജീവിക്കും? നിനക്ക് എന്തുമാത്രം നെഗറ്റീവ് കമന്റാണ് വന്നത്. നീ ഓരോ പ്രാവശ്യവും വന്നിരുന്ന് ഓരോരോ നിന്റെ വീട്ടിൽ നടക്കുന്നത്, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നു, അപ്പിയിടുന്ന ഇതുവരെ നീ ഇതിനകത്ത് വന്നിരുന്ന് പറയുമല്ലോ. എടോ പുന്നാര മോനെ, നീയൊക്കെ ഒന്ന് ആലോചിക്കണം. നീ ഇന്ന് നിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കാണിച്ച ഈ തെണ്ടിത്തരം, നിന്നെയൊക്കെ ഉണ്ടാക്കി വളർത്തി 10-18 വയസ്സ് വരെ നിന്റെയൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചതിന്, അതിനുള്ള പ്രാപ്തി ആയതിനു ശേഷമാണ് നിന്റെ ഈ തന്തയൊക്കെ വിറ്റ് അറവിലയ്ക്ക് വിറ്റ് നീ കാശുണ്ടാക്കാൻ ശ്രമിച്ചത്.
നീ സോഷ്യൽ മീഡിയയിലൂടെ നിന്റെ അച്ഛനെ അമ്മയെ അപമാനിച്ചപ്പോ അവരുടെ മനസ്സ് എന്തുമാത്രം നീർക്കാണുമെന്ന് നിനക്ക് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് 2 കുട്ടികളുണ്ടല്ലോ. ഒരു കാലത്ത് അവരും നീ സ്വപ്നം കണ്ട് വളർത്തുന്ന നിന്റെ ഈ മക്കൾ അവരുടേതായ തോന്നിവാസത്തിന് പോകുമ്പോഴാണ് അതിന്റെ വില നീ മനസ്സിലാക്കുന്നത്. നീയും നിന്റെ മക്കളെ നീയും ഓരോ സ്വപ്നം കണ്ടാണ് വളർത്തുന്നത്. അതായത് ഈ ചന്തയിലൊക്കെ പോയിട്ട് ഈ അറവലയ്ക്ക് മാടുകളെ വാങ്ങിച്ച് കശാപ്പ് ചെയ്യും. അതുപോലെ അറവലയ്ക്കാണ് നീ നിന്റെ അച്ഛനെയും അമ്മയെയും നീ സമൂഹ മാധ്യമം ഈ സമൂഹത്തിലേക്ക് ഇട്ട് നീ കാശുണ്ടാക്കിയത്. മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടു. അതിന്റെ ലാഭം സാധാരണ നിന്റെ ഓരോ വീഡിയോയ്ക്ക് 150 ആൾക്കാരാണ് കാണുന്നത്. ആ ഒരു വീഡിയോ മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടു. അപ്പൊ അത്രത്തോളം ലാഭം നിനക്ക് കിട്ടി. സ്വന്തം അച്ഛനെ അമ്മയും വിറ്റ് നിനക്ക് ലാഭം കിട്ടി. ന്യൂ ജനറേഷൻ യുഗം അല്ലേ? കഷ്ടമായി പോടാ, കഷ്ടമായി പോയി. നിനക്ക് എത്ര പേരാണ് നെഗറ്റീവ് കമന്റ് വരുന്നത്? നീ ഇതൊക്കെ കാണുന്നില്ല? ഇത്രയും വർഷമായിട്ട് നീ ആ വീഡിയോ ഇപ്പോഴും നീ അല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന് നിനക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നിയിരുന്നുവെങ്കിൽ നീ സ്വന്തം അച്ഛനെ അമ്മയെ വിറ്റ ലാഭം മതി എന്ന് കണക്കാക്കി ആ വീഡിയോ ഇനിയെങ്കിലും മാറ്റുമായിരുന്നു. നീ അത് ചെയ്തിട്ടില്ല. ഇപ്പോഴും നിന്റെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചാനൽ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിക്കും. നീ അങ്ങ് ചെയ്തോടാ. എൻ്റെ ശൈലി ഇത് തന്നെയാണ്. നിന്നെ പോലെയുള്ള വൃത്തികെട്ട വർഗത്തിന്റെ അടുത്ത് ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ ഭാഷയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം. നമുക്ക് ജന്മം നൽകി നമ്മുടെ കാക്കെടുക്കുന്ന പരുവം വരെ വളർത്തിവിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദ്യം പഠിക്കണം. അല്ലാതെ നമുക്ക് സ്ത്രീകൾ എത്ര വേണമെങ്കിലും കിട്ടും, സ്വന്തം അച്ഛനെയമ്മ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. കഷ്ടം. അതായത് ഈ സമൂഹത്തില് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് നിന്നെ പോലെയുള്ള യൂട്യൂബർമാര് ഈ സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു സന്ദേശമാണ്. അച്ഛനെ അടിക്കുക, അമ്മയെ അടിക്കുക, എടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. നിന്റെ വീട്ടിൽ മാത്രമല്ല മോനെ, ഈ കേരളത്തിൽ നല്ല ഒരു ശതമാനം കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തും, ചോര നീരാക്കി അല്ലെങ്കിൽ പട്ടിണി കിടന്നും ഒക്കെ മക്കളെ വളർത്തി വലുതാക്കി ഒരുവിധം ആയിക്കഴിയുമ്പോൾ സാധാരണ പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു വിഷയമാണ് ഈ അമ്മയും മക്കളും അങ്ങ് ഒന്നാവും. പിന്നീട് അച്ഛന്റെ അവിടെ സ്ഥാനമില്ല, അച്ഛനെ പിന്നെ കുടുംബത്തിൽ വേണ്ട, അവൻ കൊള്ളത്തില്ല, അവനെ പുറത്തിറക്കി വിടും. എന്നാൽ ഒരു സ്ത്രീയെ പെട്ടെന്ന് ഇറക്കി വിടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവളൊരു വീട്ടു വേലക്കാരിയായിട്ടെങ്കിലും ആ വീട്ടിൽ കിടക്കും. അറിയോ? ഇന്ന് നല്ലൊരു കുടുംബങ്ങളിൽ നടക്കുന്ന. പിന്നെ ഈ പുരുഷന്മാര് കുറച്ചൊക്കെ സഹിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സഹിച്ച് ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട്. അതുപോലെ നീയും നമ്മുടെ ഈ സമൂഹത്തിന് നൽകിയ നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു മെസ്സേജ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നാളെ എൻ്റെ പുന്നാര മോൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അച്ഛനും അമ്മയും കിടക്കുന്ന ആ ബെഡ്റൂമിനകത്തോട്ട് ഒരു ക്യാമറ കൊണ്ട് വെക്കുക. അച്ഛൻ്റെ അമ്മയുടെ സീന്, വയസ്സാം കാലത്തുള്ള സീനും കൂടെ നീ ഇങ്ങോട്ട് എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിറ്റ് കാശുണ്ടാക്കുക. നീയൊക്കെ പുന്നാര മോനെ അതിനും മടിക്കാത്ത വർഗങ്ങളാണ് കേട്ടോ. നല്ല ലാഭമുള്ള ബിസിനസ്സാണ് ഇതൊക്കെ. കാരണം സ്വന്തം മാതാപിതാക്കളെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുക, അവരെത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമെങ്കിലും ആ വീഡിയോക്കകത്ത് നിന്റെ ഭാര്യയുടെ ഒച്ച മതി കേൾക്കാം. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ അവരെ പോയി പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്തതാണ്. കാരണം നിങ്ങൾ അവിടെ വലിയ മാന്യമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വായിൽ നിന്ന് മോശമായിട്ടൊന്നും ഒരു സംസാരവും വീഴുന്നില്ല. അവരെ ദേഷ്യം പിടിപ്പിച്ച് എന്താ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ